ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. പരിശുദ്ധനായ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ സർവമഹത്വവും ബഹുമാനവും സ്തുതിയും ഉണ്ടാകട്ടെ. തൃപ്പാദം എന്ന ഈ ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം കഴിഞ്ഞ കാലങ്ങളിൽ രാവിലെ നമുക്ക് പഠിക്കാൻ കർത്താവ് കൃപ നൽകി. ഇന്ന് നമ്മുടെ കർത്താവ് സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ള മറ്റൊരു ഭാഗം പഠിക്കാനായിട്ട് നാം ഈ പ്രഭാതത്തിൽ ഒരുങ്ങുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. മനുഷ്യനിൽ 3 ഘടകങ്ങൾ ഉണ്ട് എന്ന് തിരുവചനം അഥവാ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ മനുഷ്യരിൽ 3 ഘടകങ്ങൾ ഉണ്ടെന്നുള്ളതായിരിക്കുന്ന കാര്യം പ്രവാചകന്മാരിൽ കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മനുഷ്യരിൽ 3 ഘടകങ്ങളുണ്ടെന്ന് ആദ്യമായി പഠിപ്പിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ തള്ളിയിടുവാൻ കഴിവുള്ളവനെ ഭയപ്പെടുവിൻ എന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നു. അവിടെ മനുഷ്യന് ഒരു ദേഹമുണ്ട്, അപ്പോൾ തന്നെ ഒരു ദേഹിയും ഉണ്ട് എന്ന് കർത്താവ് പഠിപ്പിച്ചു. എന്നാൽ അതിനുശേഷം മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ഞാൻ തരും എന്ന് കർത്താവ് പറയുന്നു. ആ വാക്യത്തിൽ നിന്നും മനുഷ്യനൊരു ആത്മാവുണ്ടെന്നും ആ ആത്മാവിൻ്റെ ആശ്വാസം നൽകുവാൻ കർത്താവായ യേശുക്രിസ്തു ശക്തനാണെന്നും പഠിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ ആദ്യമായി മനുഷ്യനിൽ ദേഹമെന്നും ദേഹി എന്നും ആത്മാവുമെന്നുള്ള 3 ഘടകങ്ങളുണ്ടെന്ന് കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിച്ചു. ഈ വിഷയം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും വ്യക്തമായി പഠിപ്പിക്കുകയുണ്ടായി. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും എന്നുള്ളതായിരിക്കുന്ന വചനഭാഗം കാണാനായിട്ട് കഴിയും. ഈ ഭാഗങ്ങളിൽ നിന്നും ഒരു സമ്പൂർണ്ണ മനുഷ്യന് അവനിൽ 3 ഘടകങ്ങളുണ്ടെന്ന് വ്യക്തമായിട്ട് കർത്താവായ യേശുവും അപ്പോസ്തലന്മാരും പഴയ നിയമവും പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ ഈ 3 ഘടകങ്ങളുണ്ടോ? അവിടെ നിന്ന് സമ്പൂർണ്ണ മനുഷ്യനല്ലേ? കർത്താവായ യേശുവിലെ ഈ 3 ഘടകങ്ങളും സമ്പൂർണ്ണമായിട്ട് അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ മനുഷ്യരിലും ഉള്ളതുപോലെ നമ്മുടെ കർത്താവിലും ഈ 3 ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒന്ന്, ശരീരം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ കർത്താവിന് ശരീരവും രക്തവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ജഡവും രക്തവുമുള്ള മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവിടുന്ന് കടന്നു വന്നു എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിന് ഒരു ശരീരമുണ്ടായിരുന്നു. ആ ശരീരത്തിൽ അസ്ഥിയും മാംസവും മജ്ജയും ഉണ്ടായിരുന്നു. മാത്രമല്ല ചോരയും നീരുമുള്ള ഒരു ശരീരമായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. അതോടൊപ്പം തന്നെ കർത്താവിന് ജീവൻ അഥവാ പ്രാണൻ ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ അവൻ പ്രാണവേദനയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ ശരീരവും ജീവനും അഥവാ പ്രാണനും എന്ന വിഷയമാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം കർത്താവിൽ ആത്മാവും ഉണ്ടായിരുന്നു. മാർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ആത്മാവിൽ കർത്താവ് ഞരങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. മനുഷ്യരുടെ പാപവും അവരുടേതായിരിക്കുന്ന ചിന്താഗതികളും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ദുഃഖിപ്പിച്ചപ്പോൾ അവിടുന്ന് ആത്മാവിൽ ഞരങ്ങി
ആത്മാവിലുള്ളതായിരിക്കുന്ന വേദന അവിടുന്ന് അനുഭവിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ക്രൂശിൽ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന സന്ദർഭത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കർത്താവായ യേശു നിലവിളിച്ച് പ്രാണനെ വിട്ടത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ വാക്യം. ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ കടന്നു വന്നു. കന്യകയുടെ മകനായിട്ട് അവിടുന്ന് ഈ ലോകത്തിൽ ജനിച്ചു. അസ്ഥിയും മാംസവും രക്തവുമുള്ള മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവിടുന്ന് നടന്നു. മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നവനായി ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട എല്ലാവിധമായിരിക്കുന്ന ജീവിത അനുഭവങ്ങൾ കൂടിയും നമ്മുടെ കർത്താവ് കടന്നുപോയി. ഈ ജീവിതാനുഭവങ്ങൾ കൂടി കർത്താവിന് കടന്നു പോകുവാൻ തക്കവണ്ണം കഴിഞ്ഞത് സാധാരണ മനുഷ്യരിലുള്ളതുപോലെ ശരീരവും ജീവൻ, പ്രാണൻ, മൂന്നാമതായിട്ട് ആത്മാവ് എന്നതായിരിക്കുന്ന വിഷയം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ സമ്പൂർണമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവായ യേശു മനുഷ്യനാണോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, നമ്മുടെ കർത്താവ് സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് തിരിച്ച് മറുപടി പറയാനായിട്ട് കർത്താവ് കൃപ നൽകട്ടെ. മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിലും ആത്മാവുള്ളപ്പോൾ തന്നെ ആ ആത്മാവോട് കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന സത്യമാണ്. അതുപോലെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മനുഷ്യനായതിനാൽ അവിടുന്ന് ജന്മന ഒരാത്മാവുള്ള വ്യക്തി ആയിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവും കർത്താവിലുണ്ടായിരുന്നു. കർത്താവ് പരിശുദ്ധാത്മാവിലാണ് ഈ ലോകത്ത് ജനിച്ചത്. കർത്താവായ യേശു പരിശുദ്ധാത്മാവിലാണ് ഈ ലോകത്ത് ജീവിക്കുകയും പ്രവർത്തിക്കുകയും നടക്കുകയും ചെയ്തത്. മാത്രമല്ല, കർത്താവായ യേശു പരിശുദ്ധാത്മാവിലാണ് തൻ്റെ ജീവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ അർപ്പിച്ചത്. മനുഷ്യന്റെ ആത്മാവിനോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. അതുപോലെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്ന മനുഷ്യനിലെ ആത്മാവിനോടുകൂടെ പരിശുദ്ധാത്മാവും പ്രവർത്തിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഈ വചനങ്ങളിൽ നിന്നും നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ഒരു കെട്ടുകഥയാണ്, ഒരു മായക്കാഴ്ചയാണ് എന്ന് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മോട് പ്രതിവാദം ചോദിക്കുന്ന ഏത് വ്യക്തിയോടും അങ്ങനെയല്ല. കർത്താവായ യേശു നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ചു. അപ്പോൾ തന്നെ അവിടുന്ന് ദൈവമായതുകൊണ്ട് ദൈവപ്രവർത്തികളും അവിടുന്ന് ചെയ്തു എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ഈ ക്ലാസ്സുകൾ മുഖാന്തരം ദൈവമാകുന്ന കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും ദൈവമാകുന്ന കർത്താവ് എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായിരിക്കുന്ന ആശീർവാദവും ഈ പ്രഭാതത്തിൽ ദൈവമാകുന്ന കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.